സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബാർണിയ ഏതാനും ദിവസങ്ങൾക്ക് പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് തെളിഞ്ഞു വരികയാണ്. അദ്ദേഹം പറഞ്ഞത് ആദ്യം ഇറാനെ ആക്രമിക്കണം എന്നാണ്. അന്ന് നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലിലെ പൊളിറ്റിക്കൽ നേതൃത്വം അതിനെ എതിർക്കുകയും ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് ഹൂതികളെയാണ് തീർക്കേണ്ടത് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അത് ഇസ്രായേൽ കാട്സ് ആയിക്കൊള്ളട്ടെ, വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സ് ആയിക്കൊള്ളട്ടെ, നെതന്യാഹു ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും അക്കാര്യത്തിൽ ഏക അഭിപ്രായക്കാരായിരുന്നു. ഹൂതികളെ തീർത്തിട്ട് മതി ഇറാനെ നേരെ തിരിയുന്നത് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഹൂതികൾ ഏതാനും ദിവസമായിട്ട് നിശബ്ദരാണ്. അതിൻ്റെ അർത്ഥം ഹൂതി തീർന്നുപോയിരുന്നല്ല, അവര് അവനാഴി നിറയ്ക്കുന്ന തിരക്കിലാണ്. പക്ഷെ ഹൂതികളെ തീർക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതൊരു കുറച്ച് ലോങ് പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ കയ്യിൽ ഇനി ആകെയുള്ളത് ന്യൂക്ലിയർ വെപ്പൺ ഗ്രേഡ് യുറേനിയം അവരുണ്ടാക്കി എന്ന് പറയുന്ന സാധനമാണ്. അത് ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്, ഇന്റലിജൻസ് ഇൻഫർമേഷൻ അനുസരിച്ച് 4 ബോംബുകൾ നിർമ്മിക്കുവാനുള്ള യുറേനിയം എൻറിച്ച് ചെയ്തത് ഇറാന്റെ കയ്യിലുണ്ടെന്നും അവര് ബോംബിന്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്നും അവർക്കിത് തിരിച്ചു പോകാനാവില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു സംഗതിയാണ്. അപ്പൊ അത് വളരെ ഭീകരമായ ഒരു സംഗതിയാണ്. കാരണം ഒരു പ്രാന്തന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു അപകടം ഈ ലോകത്തിന് സംഭവിക്കാനില്ല. അത് ആരുടെ തലയിൽ ഇസ്രായേലാണ് അവന്റെ ഒന്നാമത്തെ ലക്ഷ്യം. പക്ഷെ അവൻ ആരുടെ തലയിൽ വീഴും? കാരണം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരാള് അവര് സ്വയം മരിക്കാൻ എപ്പോഴും തയ്യാറാണ്. കാരണം ഇത് മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിലൊക്കെ ഭ്രാന്തെടുത്ത് നടക്കുന്ന മനുഷ്യരാണ്. ഇസ്രായേൽക്കാരെ നശിപ്പിച്ചാൽ, ജൂതന്മാരെ നശിപ്പിച്ചാൽ സ്വർഗത്തിലെ പ്രത്യേക സമ്മാനങ്ങൾ ലഭിക്കുമെന്ന് വിചാരിക്കുന്നവരാണ്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവരെ കാത്ത് സുന്ദരികൾ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. മദ്യം ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നവരാണ്. പിന്നെ അങ്ങനത്തെ ഭ്രാന്തമായ ചിന്തയുമായി നടക്കുന്ന മനുഷ്യരാണ്. എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടി സ്വർഗത്തിലെത്തി ഭ്രാന്തമായ ആവേശത്തോടെ ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടി ഭ്രാന്തെടുത്ത് നിൽക്കുന്ന മനുഷ്യർ. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഇത്തരം ഒരു വെപ്പൺ കിട്ടിയാൽ ആ വെപ്പൺ അവര് ഇവിടെയുള്ള മനുഷ്യരെ കൊന്ന് അവർക്ക് സ്വർഗത്തിലുള്ള നിധി, അവർക്ക് കിട്ടാവുന്ന ആ സൗകര്യങ്ങളുടെ എണ്ണം കൂട്ടാൻ, അത് 72 എന്നുള്ളത് 172 1000 ഒക്കെ ആക്കി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് സ്വപ്നം കാണുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിഞ്ഞാലുള്ള അപകടം എത്ര വലുതാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ എത്രയും വേഗം ആക്രമിക്കുക എന്നുള്ളത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സംഗതിയാണ്. ഇത് ഇറാനും അറിയാം. ഇറാനെ സംബന്ധിച്ച് ഇറാന് ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് ഭയമുള്ളത് കൊണ്ട് ഏതാനും ആഴ്ചകളായി അവരുടെ വാർ പ്രിപ്പയർഡ്നെസ്, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് അതിന്റെ മാക്സിമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന അവരുടെ എലൈറ്റ് ഫോഴ്സ് നിരന്തരമായ പരിശീലനങ്ങളിലാണ്. അവരുടെ എല്ലാ ന്യൂക്ലിയർ സൈറ്റുകളിലും, യുറേനിയം സംഭരിച്ചിട്ടുള്ള സൈറ്റുകളിലും അവരുടെ പ്രൊട്ടക്ഷൻ അവർ പരമാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ യുറേനിയം അങ്ങനെ ആർക്കും സീക്രട്ടായിട്ട് സൂക്ഷിക്കാനാവില്ല. അത് ലോകരാഷ്ട്രങ്ങളുടെ നിയമമാണ്. ഓരോരുത്തരും എവിടെയാണ് യുറേനിയം സൂക്ഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബോംബ് ഗ്രേഡ്, വെപ്പൺ ഗ്രേഡ് യുറേനിയം സൂക്ഷിച്ചിട്ടുള്ളത്, ആറ്റമിക് എനർജിക്ക് ആവശ്യമായിട്ടുള്ള യുറേനിയമോ പ്ലൂട്ടോണിയമോ വാട്ടെവർ ഇറ്റ് ഈസ്, ആറ്റമിക് ഫ്യൂവൽ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും ഇന്റർനാഷണൽ ആറ്റമിക് എനർജി കമ്മീഷനെ അറിയിച്ചിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം കഴിഞ്ഞ് നമ്മുടെ ആക്രമിച്ചും ഇസ്രായേൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അറിയിക്കുന്നത് ആ സ്ഥലങ്ങൾ ആക്രമിക്കാതിരിക്കാനാണ്. കാരണം അത് ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ന്യൂക്ലിയർ റേഡിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ആക്രമിക്കാൻ പാടില്ല. പക്ഷെ ഇറാൻ ഇവിടെ വെപ്പൺ ഗ്രേഡ്, ഇറാൻ ഒരിക്കലും ഒരു ആറ്റമിക് പവറായി അംഗീകരിക്കപ്പെട്ട രാജ്യമല്ല. ഇന്റർനാഷണൽ നിയമം അനുസരിച്ച് അവർ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ടാക്കുന്നത് കുറ്റകൃത്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് തടയാനുള്ള അവകാശം ഇന്റർനാഷണൽ സമൂഹത്തിനുണ്ട്. ആ ലിവറേജ് എടുത്തുകൊണ്ട് ഇസ്രായേലോ US അവരെ ഉടനെ ആക്രമിക്കും എന്നുള്ള ഭയമുള്ളത് കൊണ്ട് അവരുടെ എല്ലാ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾക്കും അവർ വലിയ തോതിലുള്ള സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തയാണ്. അപ്പൊ ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കപ്പെട്ടേക്കാം. അത് ആരാണ് ആക്രമിക്കുന്നത്? US ആണോ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ ഫോഴ്സുകളാണോ ആക്രമിക്കുന്നത്, ഇസ്രായേലാണോ ആക്രമിക്കുന്നത് പറയാൻ കഴിയില്ല. എന്തായാലും ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ് ശരി. അവർ തന്നെയാണ് ആദ്യം ആക്രമിക്കപ്പെടേണ്ടത്. കാരണം ഈ പറയുന്ന ഹൂതികളാവട്ടെ, ഹമാസ് ആവട്ടെ, ഹിസ്ബുള്ള ആവട്ടെ, ഇതൊക്കെ പാമ്പിന്റെ ശരീരം മാത്രമാണ്. പാമ്പിന്റെ തലയെന്ന് പറയുന്നത് ഇറാനാണ്. ഈ തല തകർക്കാതെ ഈ പാമ്പിന്റെ ജീവൻ പോവില്ല. ഇറാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഹൂതികൾക്ക് ഇത്ര വീര്യം.
ഇറാൻ ഇരിക്കുന്നതുകൊണ്ടാണ് ഹമാസ് കീഴടങ്ങാത്തത്. ഹമാസ് ഇപ്പോഴും കീഴടങ്ങാതെ ഗാസയിൽ കിടന്ന് പിടയ്ക്കുന്നത് ഇറാൻ അവിടെ ജീവനോടുള്ളത് കൊണ്ടാണ്. ഹിസ്ബുള്ള ഇപ്പം അവർക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല, കാരണം ലെബനോണിൽ കംപ്ലീറ്റ് ഇസ്രായേലിന്റെ അധീനതയിലാണ്. കൂടാതെ ലെബനോണിൽ ഇപ്പൊ പുതിയ പ്രസിഡന്റ് ചാർജ് എടുത്തു. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ആവൺ എന്നാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അവിടെ പവർ ഷെയറിംഗ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ സുന്നി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഷിയ മുസ്ലിങ്ങളും ഏകദേശം ഈക്വൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അതിൽ ഒന്നുകിൽ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സ്പീക്കർ, ഇങ്ങനെ 3 പോസ്റ്റുകളാണ്. ഈ 3 പോസ്റ്റുകളും ഇവര് സാറിന് ഷെയർ ചെയ്യുകയാണ് പതിവ്. ഇവിടെ പ്രസിഡന്റിന്റെ പോസ്റ്റ് 2 വർഷമായിട്ട് വേക്കന്റ് ആയിരുന്നു. കാരണം അതിന്റെ കൺസെൻസസിലൂടെ ഒരാളെ അവർക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ലെബനനിലെ മിലിറ്ററി ചീഫായിട്ടുള്ള ജോസഫ് ആവൺ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തെയാണ് മിലിറ്ററി ചീഫായി വെച്ചിട്ടുള്ളത്. ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. കാരണം ഇദ്ദേഹം ഹിസ്ബുള്ളയെ നഖശിഖാന്തം എതിർക്കുന്ന ഒരാളാണ്. അപ്പൊ ഹിസ്ബുള്ള തൽക്കാലം സിറിയയിലും ലെബനോണിലും അത് ഇസ്രായേലിന്റെ കീഴിൽ കിടക്കുന്നതുകൊണ്ട്, കാരണം അവരുടെ കണ്ണിന് കീഴിലാണ് ഇതുള്ളത് ഈ 2 രാജ്യങ്ങളും. അതുകൊണ്ട് അവിടെ അനങ്ങാതിരിക്കുന്നതാണ്. ഹിസ്ബുള്ള ചത്തുപോയിട്ടൊന്നുമില്ല, ഏത് നിമിഷവും അത് തലവെക്കാം. അപ്പൊ ഈ പാമ്പിന്റെ ശരീരം ഹിസ്ബുള്ളയാവട്ടെ, ഹമാസ് ആവട്ടെ, ഹൂതി ആവട്ടെ, ഈ ശരീരത്തിന് മുകളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അടിക്കേണ്ടത് തലക്കിട്ട് തന്നെയാണ്. തല തകർത്ത് കഴിഞ്ഞാൽ ഈ ശരീരം പൂർണ്ണമായിട്ട് ചത്തുപോകും. ഈ ഹൂതികളുടെയൊക്കെ സർവ്വ എനർജിയും ഇറാന്റെ അടി കിട്ടിയ അവിടെ നിൽക്കും. പിന്നെ പുതിയ ഒരു മിസൈൽ ആകാശത്ത് പൊങ്ങിയല്ല. അപ്പൊ അത് കൃത്യം അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇറാനെ ആക്രമിക്കുക എന്നുള്ള കൺസെൻസസിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ഇനിയും 40% അവരുടെ തുരങ്കങ്ങൾ, അവരുണ്ടാക്കിയ ഒരു തുരങ്കങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഗാസയിൽ ഒരിക്കലും ഇസ്രായേൽ മിലിറ്ററി ആക്ഷൻ നടത്തുമ്പോൾ ഇതെല്ലാം എയർ അറ്റാക്കുകളാണ്. ഒരിക്കലും ഗ്രൗണ്ടിൽ കൂടെ ഈ ഫോഴ്സ് ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മുഴുവൻ അരിച്ചു പെറുക്കി മുന്നോട്ട് പോകുന്ന ഒരു ഓപ്പറേഷൻ. അത്തരമൊരു ഓപ്പറേഷൻ ഇസ്രായേൽ ഒരിക്കലും അവിടെ ചെയ്തില്ല. അതിന്റെ റീസൺ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ആർമിക്ക് വലിയ ആൾനാശം ഉണ്ടാവും. കാരണം ഇവര് പിന്നെ സൂയിസൈഡ് ബോംബേഴ്സ് ആണ്. അവർ ഏത് നിമിഷവും അവർ സ്വയം മരിക്കാൻ തയ്യാറാണ്. സ്വയം മരിക്കാൻ തയ്യാറുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് വിട്ടുതരാണ്. അവിടെ അങ്ങനെ പോയിട്ട് ധീരത കാണിക്കാനാവില്ല. അപ്പൊ അതുകൊണ്ട് ആകാശത്ത് നിന്നാണ് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേവുകൾ ഒരുപാടെണ്ണം ഇനി ലൊക്കേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പൊ 40%ഓളം കേവുകൾ ബാക്കിയുണ്ട്. അപ്പൊ ആ 40%ഓളം കേവുകൾ ബാക്കി വെച്ചുകൊണ്ട് ഒരു തരത്തിലും ഗാസയിലെ ഭരണം ഹമാസിന് കൈമാറാനാവില്ല, അല്ലെങ്കിൽ ഹമാസിന് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏജൻസി കൈമാറാനാവില്ല. അപ്പൊ ഇവിടെ നിശ്ചയമായും ഇസ്രായേലിന്റെ പട്ടാള ഭരണം മാത്രമേ നടപ്പുള്ള ഒരു സംഗതിയുള്ളൂ. അതിന്റെ മുകളിലാണ് ചർച്ചകൾ മുഴുവൻ തട്ടി നിൽക്കുന്നത്. അതിനിടയിലൂടെ ഇവരുടെ ബന്ദികൾ മുഴുവൻ മരിച്ചു പോയതായി പറയപ്പെടുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഇവരുടെ ബന്ദികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹമാസിന് അങ്ങനെ കോർഡിനേറ്റഡ് നേതൃത്വമല്ല. ഇപ്പം ഹമാസിന്റെ ബന്ദികൾ പലരുടെ കൈകളിലാണ്. ഈ പലരും ഏത് തരത്തിൽപ്പെട്ട മനുഷ്യർ, എല്ലാം മതഭ്രാന്തന്മാരാണ്. ഇവർക്ക് ഏത് നേരത്തെ ഭ്രാന്ത് കയറുന്ന ആർക്കറിയാം. ആ സമയത്ത് അവരെ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിച്ച് കൊന്നേക്കാം, അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് കൊന്നേക്കാം, എങ്ങനെയും അവർ കൊന്നു കളഞ്ഞേക്കാം. അപ്പൊ ഇതിലെ എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് ബന്ദികളെ കൈമാറുന്ന കാര്യം വരുമ്പോൾ ഹമാസ് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പൊ 2 തരാം 4 തരാന്ന് പറയും, പിന്നെ അവർ പിന്നോട്ട് പോകും. അപ്പൊ അതിന് അവർ ഈ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് അവതരിപ്പിക്കണം. ഇതിനൊരു തീരുമാനം ആവുന്നില്ല, അതുകൊണ്ട് ബന്ദികളെ തരില്ല. വാസ്തവത്തിൽ അവരുടെ ബന്ദികൾ ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജീവനോടെയുള്ള ബന്ദികൾ ഇല്ല എന്നുള്ളതാണ് അവസാനം മനസ്സിലാക്കുന്നത്. അതാണ് ഇസ്രായേൽ ഭ്രാന്തെടുത്ത് ഈ പ്രദേശത്ത് ബോംബിടുന്നത്. ഇതുവരെ അവർ ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ ഒരു മിസൈൽ ഇങ്ങോട്ട് വന്നാൽ 1 ടൺ ബോംബ് കൊണ്ട് ഗാസയിൽ ഇടുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. ഹിസ്ബുള്ള അല്ല, ഹൂതി മിസൈൽ അയക്കുന്നത് ഗാസയിലെ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണല്ലോ. അപ്പൊ ഇവരുടെ ഐക്യദാർഢ്യത്തിന് പകരമായിട്ട് ഒരു മിസൈൽ വന്നാൽ ഗാസയിൽ കൊണ്ടുപോയിട്ട് 1 ടൺ ബോംബ് വരെ ഇടുക എന്നുള്ളതായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്ന മറുപടി. അപ്പൊ അത് ഇവരുടെ ഹൂതികളുടെ മിസൈലിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ ഗാസയിലെ ബോംബിന്റെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഗാസയില് 36 വർഷം മുൻപ് ഇസ്രായേൽ അവിടുത്തെ പട്ടാളഭരണം അവസാനിപ്പിച്ചതാണ്. അത് ഇനി തിരിച്ച് കൊണ്ടുവരാതെ അവിടെ ഒരു നിർവാഹമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇസ്രായേലിന്റെ പട്ടാള ഭരണം അംഗീകരിക്കാതെ ആ ഗാസയില് സമാധാന ചർച്ചകൾ അതിന്റെ കൾമിനേഷനിലേക്ക് എത്തുകയില്ല. ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായ വേറൊരു വാർത്ത വരുന്നത്, സൂയസ് കനാല് ഈജിപ്തിനെ കൊണ്ട് നിയന്ത്രിക്കാനാവുന്നില്ല. കാരണം ഈ ഹൂതികളുടെ മിസൈൽ അറ്റാക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ആ പ്രദേശത്തോടുള്ള ഷിപ്പിംഗ് വളരെയേറെ കുറഞ്ഞുപോയി. അതുകൊണ്ട് സൂയസ് കനാലിൽ നിന്ന് വരുമാനമില്ല എന്ന് മാത്രമല്ല, ഇൻ ഇഫക്റ്റില് ഈജിപ്തിന് അത് നഷ്ടം വരുത്തി വെക്കുന്നു. ഈജിപ്തിന്റെ ഓണർഷിപ്പിലുള്ളതാണ് സൂയസ് കനാൽ എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മെഡിറ്ററേനിയൻ സീയെയും അറബിക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീ റൂട്ടാണ്. അപ്പൊ അവിടുന്ന് ഈ ഈജിപ്തിന് ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം 10 ബില്യൺ എന്ന് പറയുമ്പോൾ 10,000 കോടി ഡോളറാണ് അവർക്ക് ഓരോ വർഷം അവിടുന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഇപ്പൊ കുറഞ്ഞ് അതിന്റെ 20% മാത്രത്തിലേക്ക് അത് തണുപോയി. ഈ 20% എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല,
ഈ ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പട്രോളിംഗ് ആവശ്യമുണ്ട്. ഈ പട്രോളിംഗ് ചെയ്യുന്നത് അമേരിക്കൻ ആർമിയാണ്. അമേരിക്കൻ ആർമി പട്രോളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയ്ക്ക് അവർ ബില്ല് കൊടുക്കും. ഈ ബില്ല് കൊടുക്കുമ്പോൾ ഇവന്റെ ഈ 2000 കോടി കൊണ്ടൊന്നും ഇവരുടെ ബില്ല് മീറ്റ് ചെയ്യാനാവില്ല. അപ്പം ഈജിപ്തിനെ സംബന്ധിച്ച് ഈജിപ്തിന് ഇത് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈജിപ്ത് ഇപ്പൊ ഇസ്രായേലിന്റെ പുറകെയാണ്, നിങ്ങൾ ഈ സൂയസ് കനാൽ ഏറ്റെടുക്കണം, സൂയസ് കനാലിന്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്കൊരു ഷെയർ തരണം. അപ്പൊ ഈ ഷെയറിനെ സംബന്ധിച്ചും എത്ര കാലത്തേക്ക് ലീസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ഉള്ള തർക്കങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈജിപ്ത് പറയുന്ന 10 വർഷത്തെ ലീസാണ്, ഇസ്രായേൽ ചോദിക്കുന്ന 50 വർഷത്തെ ലീസാണ്. 50 വർഷത്തേക്ക് ലീസിന് കിട്ടിയാൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് പരിഗണിക്കാൻ തങ്ങൾ തയ്യാറുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. 50 വർഷത്തേക്ക് സൂയസ് കനാല് ഇസ്രായേലിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഫോഴ്സിന് കൊടുക്കുന്നതിന് തുല്യമാണ്. 50 വർഷത്തേക്ക് ലീസിന് കിട്ടിയാൽ സൂയസ് കനാൽ പിന്നെ ഈജിപ്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളത് ഈജിപ്ത് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് അവിടെ നിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ല. നേരെ മറിച്ച് ലീസിന് കൊടുത്താൽ അവരാവശ്യപ്പെടുന്നത് 40%, ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 40% ഈജിപ്തിന് കൊടുക്കണം, 60% ഇസ്രായേലിന് എടുക്കാം എന്നുള്ളതാണ്. അതും നെഗോഷിയേഷനിലാണ്. ഇസ്രായേൽ പറയുന്നത് മാക്സിമം 25%, ബാക്കി 75% ഇവർക്ക് കിട്ടണം. കാരണം ഇത് വലിയൊരു മിലിറ്ററി ഡിപ്ലോയ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ എക്സ്പെൻസിന്റെ കിട്ടുന്ന വരുമാനത്തിന്റെ 75% ഇസ്രായേലും 25% ഈജിപ്തിലും എന്നുള്ള രീതിയിലുള്ള നെഗോസിയേഷൻസ് നടക്കുന്നതായി പറയപ്പെടുന്നു. ഇൻ ഇഫക്റ്റിൽ യുദ്ധം നടക്കും തോറും ഇസ്രായേൽ വളരുകയാണ്. ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ ദിവസവും അവരുടെ സാമ്പത്തിക നില വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാക്കി യുദ്ധം നടത്തുന്ന ഈ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണാവുകയാണ്. ആദ്യം ഇസ്രായേലായിട്ട് വലിയ യുദ്ധത്തിൽ ഉണ്ടായിരുന്നവരാണ് ഈജിപ്ത്, ഒരു കുറെ കാലമായിട്ട് നിർത്തി. ഇപ്പൊ അവരുടെ അവസ്ഥ നമുക്കറിയാം. പിന്നെ ലെബനോന്റെ അവസ്ഥ അറിയാം, സിറിയയുടെ അവസ്ഥ അറിയാം, ഇറാന്റെ കാര്യം പിച്ചച്ചേട്ടിയായിട്ട് ലോകം മുഴുവൻ നടക്കുകയാണ്. കിട്ടുന്ന കാശ് കൊണ്ട് ആയുധം പോലും വാങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ ഇസ്രായേലുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നാന്തരം പട്ടിണിയാണ്. അവരവസാനം ഇസ്രായേലിന്റെ കാലിൽ തന്നെ വന്ന് വീഴേണ്ട അവസ്ഥയിലാണ്. ഈജിപ്ത് ആയിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും പ്രമുഖ ശത്രു. ആ പ്രമുഖ ശത്രു ഇപ്പം ഇസ്രായേലിന്റെ കാലിൽ വന്ന് വീണിട്ട് ഈ സൂയസ് കനാലിനെ ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചില്ലറ തരാവോ, ഇത് ഞങ്ങൾ പണയം വെക്കാം, നിങ്ങൾ കുറച്ച് ചില്ലറ തരാവോ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായി ഇസ്രായേൽ വളർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹമാസ് ചൊറിഞ്ഞത് കൊണ്ടുണ്ടായ നേട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കൊരു സൂപ്പർ പവർ ആവാൻ സാധിച്ചു എന്നുള്ളതാണ്.